വെൽക്കം ബാക്ക് ടു ലിറ്റ് ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൽക് രാജ് ആനന്ദ് എഴുതിയിട്ടുള്ള അൺടച്ചബിൾ എന്ന നോവലാണ്. മുൽക് രാജ് ആനന്ദ് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ റിയലിസ്റ്റിക് സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിലൂടെയാണ്. അദ്ദേഹം ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവിതത്തെ ഒട്ടും മായമില്ലാതെ അവതരിപ്പിക്കുന്നു. അതിൻ്റെ ഒരു മികച്ചൊരു ഉദാഹരണമാണ് അൺടച്ചബിൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അൺടച്ചബിളും അതുപോലെ തന്നെ കൂലി എന്ന നോവലും ആണ് അദ്ദേഹത്തെ ഫേമസ് ആക്കിയിട്ടുള്ളത്. ഈ രണ്ട് നോവലും ഡിസ്കസ് ചെയ്യുന്നത് സാധാരണക്കാരുടെ ജീവിതവും അവരനുഭവിക്കുന്ന ദുരിതങ്ങളും ഒക്കെയാണ്. നോവലിലേക്ക് പോകുന്നതിന് മുൻപായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ബാക്കയാണ് സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെയാണ് മുൽക് രാജ് ആനന്ദ് ഈ നോവലിലൂടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്യാരക്ടർ ലാക്ക എന്ന് പറയുന്നത് ബാക്കയുടെ ഫാദറാണ്. അടുത്ത ക്യാരക്ടർ രാക്ക ബാക്കയുടെ ബ്രദറാണ്. രോഹിണി ബാക്കയുടെ സിസ്റ്ററാണ്. ചോട്ട ആൻഡ് രാംചരൺ ഇവർ രണ്ടുപേരും ബാക്കയുടെ ഫ്രണ്ട്സാണ്. ചരൺ സിംഗ്, പണ്ഡിറ്റ് കാളിനാഥ്, കേണൽ ഹച്ചിങ്സൺ ഇവരൊക്കെ അപ്പർ ക്ലാസ് പീപ്പിൾസ് ആണ്. നോവലിലേക്ക് നോക്കാം. ബാക്കയുടെ ദിനം ആരംഭിക്കുന്നത് തന്നെ അച്ഛനായിട്ടുള്ള ലാക്കയുടെ ഷൗട്ടിങ് കേട്ടുകൊണ്ടാണ്. ലാക്ക ബാക്കയോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ലാട്രിൻസ് പോയി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ലാട്രിൻസ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ്. ബാക്കയുടെ ജോലി എന്ന് പറയുന്നത് ഹ്യൂമൻ വേസ്റ്റ് വൃത്തിയാക്കുന്നതാണ്. നോവലിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവരെ അപ്പർ ക്ലാസ് പീപ്പിളും അതുപോലെ തന്നെ ലോവർ ക്ലാസ് പീപ്പിളും അൺടച്ചബിൾ ആയിട്ടാണ് കാണുന്നത്. കാരണം ഇവർ ഹ്യൂമൻ വേസ്റ്റ് വൃത്തിയാക്കുന്നവരാണ്. അപ്പർ ക്ലാസ് ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലോവർ ക്ലാസ്സും ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെ ആരും തന്നെ ഒരു മനുഷ്യജീവിയായി തന്നെ കണക്കാക്കുന്നില്ല. ബാക്കയുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ചരൺ സിംഗിൻ്റെ ഹ്യൂമൻ വേസ്റ്റ് വൃത്തിയാക്കലാണ്. ചരൺ സിംഗ് ഒരു ഹോക്കി പ്ലെയറാണ്. ബാക്ക അയാളുടെ ഹ്യൂമൻ വേസ്റ്റ് ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്. ചരൺ സിംഗിൻ്റെ ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അദ്ദേഹം ബാക്കയോട് പറയുന്നുണ്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാം ഈവനിങ് സമയം വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇത് ബാക്കയെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ബാക്ക തൻ്റെ മോർണിംഗ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട്. വളരെ ദാഹിച്ചുകൊണ്ടാണ് വീട്ടിലെത്തുന്നത്. വെള്ളം നോക്കിയ സമയത്ത് അവിടെ കാണുന്നില്ല. സോഹിനി പറയുന്നുണ്ട് അവൾ പോയി കളക്ട് ചെയ്ത് വരാമെന്ന്. കളക്ട് ചെയ്യാൻ പോയ സമയത്താണ് ഒരു നീണ്ട ക്യൂ തന്നെ അവിടെ ഉണ്ട്. ഇവർക്ക് സ്വന്തമായിട്ട് വെള്ളം കോരി അതിൽ നിന്ന് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അതിന് അപ്പർ കാസ്റ്റിലുള്ള ഒരാൾ തന്നെ വരണം. അവർ വെള്ളം കോരി കൊടുത്താൽ മാത്രമേ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ശേഷം പ്രീസ്റ്റ് വരുന്നുണ്ട്. പ്രീസ്റ്റ് സോഹിനിനെ പറയുന്നുണ്ട് ഞാൻ വെള്ളം എടുത്തു തരാം, പകരം അവളൊരു ഹെൽപ്പ് ചെയ്യണം. വെള്ളം എടുത്തതിന് ശേഷം ടെമ്പിളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ വരണം എന്ന് പറയുന്നുണ്ട്. സോഹിനി അതിന് എഗ്രി ചെയ്യുന്നു. ശേഷം വെള്ളവുമായിട്ട് വീട്ടിലേക്ക് പോകുന്നു. ലാക്കയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പക്ഷേ അയാൾ മടി പിടിച്ച് കിടക്കുന്നുണ്ട്. ബാക്കയെ അയാളുടെ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നു. ടൗൺ സ്ക്വയറും അതുപോലെ തന്നെ ടെമ്പിൾ കോർട്ട്യാർഡൊക്കെ വൃത്തിയാക്കണം. ബാക്ക അതിനായിട്ട് പോകുന്നു. സ്വീപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ സിഗരറ്റും ക്യാൻഡിയൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. ക്യാൻഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹൈ കാസ്റ്റ് മാനിനെ അറിയാതെ തന്നെ തൊട്ടു പോകുന്നു. ബാക്ക അൺടച്ചബിളിൻ്റെ കോഡ് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അതിനാലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു പോയത്. അപ്പർ കാസ്റ്റ് ആളുകൾ വരുന്ന സമയത്ത് അവർ വരുന്നുണ്ടെന്ന് അറിയിപ്പ് നടത്തും. ആ സമയത്ത് ലോവർ കാസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ അൺടച്ചബിൾ ആയിട്ടുള്ള ആളുകൾ മാറിക്കൊടുക്കണം. ഇവിടെ ബാക്ക അത് കേട്ടിട്ടില്ലായിരുന്നു. അവൻ്റെ ക്യാൻഡി കഴിക്കുന്ന തിരക്കിലായിരുന്നു. ആളുകൾ കൂടുന്നു, ആകെ പ്രശ്നമാവുന്നുണ്ട്. ഒരു മുസ്ലിം വെൻഡർ വന്നിട്ട് ഈ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് വിടുന്നു. എന്നാൽ ഈ അപ്പർ കാസ്റ്റ് മാനിന് അത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അവന് ബാക്കയെ അടിക്കുന്നുണ്ട്. ബാക്ക ഷോക്കാവുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് ടെമ്പിളിലേക്ക് പോകുന്നു. ശേഷം ബാക്ക ക്ലീൻ ചെയ്യാൻ വേണ്ടി ടെമ്പിളിലെത്തുന്നു. ടെമ്പിളിലേക്ക് നോക്കിയ സമയത്ത് അവിടെയും ഒരുപാട് പേര് ഷൗട്ട് ചെയ്യുന്നുണ്ട്. കൂട്ടം കൂടി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച സമയത്താണ് ബാക്കക്ക് മനസ്സിലായത് അവിടെ സോഹിനിയാണ് നിൽക്കുന്നതെന്ന്. ബാക്ക സോഹിനിയെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് പണ്ഡിത് അവിടെ പറയുന്നുണ്ട് അവൾ എന്നെ പൊല്യൂട്ടഡ് ആക്കി, അവൾ എന്നെ തൊട്ടു അശുദ്ധമാക്കി എന്നുള്ള കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. സോഹിനി എന്നാ പറയുന്നത് തീർത്തും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പ്രീസ്റ്റ് ഇവളെ സെക്ഷലി അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അൺടച്ചബിൾ ആയിട്ടുള്ള ഇവർ രണ്ടുപേരും പറയുന്ന കാര്യമൊന്നും ആരും കേൾക്കില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും തീർത്തും നിസ്സഹായരാണ്. ബാക്ക അവൻ്റെ സിസ്റ്ററെ തിരിച്ച് വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. ബാക്കയുടെ പിന്നീടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ തൻ്റെ ഫാമിലിക്ക് വേണ്ടി ഭക്ഷണം യാചിക്കാൻ പോകലാണ്. അവൻ അതിന് വേണ്ടി പോകുന്നു. അപ്പർ കാസ്റ്റ് പീപ്പിൾ ഇവനെ ഇൻസൾട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഫാമിലിക്ക് ഒരു നേരത്തിനുള്ള ഭക്ഷണത്തിന് വേണ്ടി അവൻ യാചിക്കുന്നു. ഭക്ഷണം കിട്ടിയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ലാക്കയും സോഹിനിയും മാത്രമേ ഉള്ളൂ. രാക്ക ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവനും ഭക്ഷണം കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. ബാക്ക ഇന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തൻ്റെ അച്ഛനോട് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അച്ഛനാകട്ടെ ചെറുപ്പത്തിൽ തൻ്റെ മകനെ സഹായിച്ചിട്ടുള്ള, തൻ്റെ മകനൊരു രോഗം വന്ന സമയത്ത് സഹായിച്ചിട്ടുള്ള ഒരു ഹയർ കാസ്റ്റ് പീപ്പിളിൻ്റെ മഹത്വത്തെ എടുത്തു പറയുന്നു.
പിന്നീട് രാക്ക തിരിച്ചു വരുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കയ്ക്ക് ഒരു തോട്ട് വരുന്നു, അപ്പർ കാസ്റ്റ് പീപ്പിളുടെ ഒരു വേസ്റ്റ് ആണല്ലോ തങ്ങൾ കഴിക്കുന്നതെന്ന്. ശേഷം അവനൊരു ഭക്ഷണം പോലും ഇറക്കാൻ കഴിയുന്നില്ല. പിന്നീട് അവന് തീരെ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നില്ല. അതിനാൽ തന്നെ ഫാമിലിയോട് പറയുന്നുണ്ട്, അവൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ഒരു മാരേജ് ഉണ്ട്, അതിനവന് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് ബാക്ക രാംചരൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് രാംചരനെയും ഫ്രണ്ടായിട്ടുള്ള ചോട്ടയും കാണുന്നുണ്ട്. അവർ പരസ്പരം സംസാരിക്കുന്നു. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ബാക്കയുടെ മൂഡ് തീരെ ശരിയല്ല എന്നുള്ള കാര്യം. അവരെന്ത് പറ്റി എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കുമ്പോൾ എന്തൊക്കെ ഇന്ന് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബാക്ക പറയുന്നു. ചോട്ട ബാക്കയുടെ മൂഡ് ശരിയാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുന്നു. ബാക്കക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് ചരട് സിംഗ് ഓഫർ ചെയ്തിട്ടുള്ള ആ ഗിഫ്റ്റിനെ പറ്റിയിട്ട്. അതിനുശേഷം ചരട് സിംഗിനെ കാണാൻ വേണ്ടിയിട്ട് ബാക്ക അവിടുന്ന് പോകുന്നു. ബാക്ക ചരട് സിംഗിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. ബാക്കക്ക് മനസ്സിലാവുന്നില്ല ചരട് സിംഗ് അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ. അതിനാൽ തന്നെ അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരും ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ. അതിനുശേഷം ചരട് സിംഗ് വരികയും ബാക്കയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അൺടച്ചബിൾ ആയിട്ടുള്ള ബാക്കയെ ചരട് സിംഗ് ഉള്ളിലേക്ക് ക്ഷണിക്കുകയും ടീ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓഫർ ചെയ്തിട്ടുള്ള ഗിഫ്റ്റും കൊടുക്കുന്നു. ചരട് സിംഗ് ഒരിക്കലും ബാക്കയുടെ പ്രസൻസ് ഒരു പൊല്യൂട്ടിങ് ആയിട്ടൊന്നും കാണുന്നില്ല. ഇത് ബാക്കക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ശേഷം പുതിയൊരു ഹോക്കി സ്റ്റിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് ബാക്കക്ക്. ചരട് സിംഗിൻ്റെ വീട്ടിൽ നിന്ന് നേരെ പോകുന്നത് ഹോക്കി ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്ക ഇന്ന് വളരെ സന്തോഷത്തിലാണ്. അതിനാൽ തന്നെ ഫസ്റ്റത്തെ ഗോൾ അദ്ദേഹം തന്നെ സ്കോർ ചെയ്യുന്നു. ഇതിൽ ഓപ്പോസിറ്റ് ടീമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ രണ്ട് ടീമുകളും തമ്മിൽ വാക്തർക്കം ഉണ്ടാവുന്നു. ഈ വാക്പോരിൻ്റെ ഇടയിലായിട്ട് ഒരു ഹയർ കാസ്റ്റ് പ്ലെയറിന് പരിക്ക് പറ്റുന്നുണ്ട്. ബാക്ക പെട്ടെന്ന് തന്നെ ആ കുട്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ അവൻ്റെ അമ്മ അക്യൂസ് ചെയ്യുന്നുണ്ട് ബാക്ക തൻ്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ നല്ല മൂഡൊക്കെ ഡിസ്ട്രോയ് ആവുന്നു. പെട്ടെന്ന് തന്നെ ഓടിപ്പോകുന്നുണ്ട് അവിടുന്ന്. പിന്നീട് ബാക്ക തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. പക്ഷെ ഇത്രയും നേരം ബാക്കിനെ കാണാതെ ഇരുന്ന ലാക്ക ആകെ ദേഷ്യത്തിലാണ്. അവനോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയുന്നു. എല്ലാം കൊണ്ട് മനസ്സ് മടുത്ത് ബാക്ക ഒരു ട്രീൻ്റെ അടിയിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് കേണൽ ഹച്ചിങ്സൺ വരുന്നത്. ഒരു ബ്രിട്ടീഷ് മാനാണ്. ബാക്ക ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് കൺവിൻസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചർച്ചിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ബാക്ക ആകെ സർപ്രൈസ് ആവുന്നുണ്ട്. ഒരു വൈറ്റ് മാൻ തന്നെയും കൂടെ കൂട്ടുന്നു, ചർച്ചിലേക്ക് കൊണ്ടുപോകുന്നു, തന്നെ കൺവിൻസ് ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതിയതായി നടക്കുന്നതാണ്. അതിനാൽ തന്നെ ആകെ ഷോക്കിലാണ്. പക്ഷേ ചർച്ചിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ വൈഫ്, കേണലിൻ്റെ വൈഫ് വന്നിട്ട് അവനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഷൗട്ട് ചെയ്തിട്ട് അവനെ അവിടുന്ന് ഓടിപ്പിക്കുന്നു. അവിടുന്ന് ഓടി നേരെ എത്തുന്നത് ട്രെയിൻ സ്റ്റേഷനിലേക്കാണ്. ട്രെയിൻ സ്റ്റേഷനടുത്ത് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അവർ മഹാത്മാഗാന്ധിനെ പറ്റിയിട്ടും അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബാക്കയും അവരുടെ കൂടെ പോകുന്നു. അങ്ങനെ വളരെ ഉത്സാഹത്തോടു കൂടെ ബാക്ക ഗാന്ധി പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് അൺടച്ചബിലിറ്റിയെ പറ്റിയും ഇതിനെതിരെ താൻ നടത്തിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുമൊക്കെയാണ്. ശേഷം ഗാന്ധി തിരിച്ചു പോകുന്നു. പിന്നീട് കാണുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതാണ്. ഒരു ലോയറെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്യുന്നുണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ. പക്ഷെ പോയിട്ടുണ്ട്, അദ്ദേഹം ഗാന്ധിജിയുടെ ആശയത്തെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇവർ പറയുന്ന പല കാര്യങ്ങളും ബാക്കക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവർ സംസാരിക്കുന്നത് വളരെ എലവേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ബാക്കക്ക് അവർ പറഞ്ഞതിൽ ഒരു കാര്യം മനസ്സിലായി. ഒരു പുതിയൊരു ഇൻവെൻഷൻ ഇന്ത്യയിൽ വരാൻ പോകുന്നുണ്ട്. ഒരു ഫ്ലഷിംഗ് ടോയ്ലറ്റ്. ബ്രിട്ടീഷുകാർ കണ്ടെത്തിയിട്ടുള്ള ഒരു ഫ്ലഷിംഗ് ടോയ്ലറ്റ് എന്നൊരു സംവിധാനം ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം. അത് അൺടച്ചബിലിറ്റി മാറ്റും എന്നൊരു കാര്യവും കൂടി ബാക്കക്ക് മനസ്സിലാവുന്നുണ്ട്. മഹാത്മാഗാന്ധി വന്നതും താൻ കേട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തൻ്റെ അച്ഛനോട് പറയാൻ വേണ്ടിയിട്ട് തിരിച്ച് പെട്ടെന്ന് തന്നെ ബാക്ക വീട്ടിലേക്ക് മടങ്ങുന്നു. ഇങ്ങനെയാണ് നോവൽ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.